അപ്പൊ രാത്രി കിടന്നുറങ്ങൽ എങ്ങനെയാണ്? ഇപ്പൊ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാ? മൊബൈലല്ലേ? അപ്പൊ നമ്മൾ പറയാതെ തന്നെ അത് എല്ലാവരും അവസ്ഥ തന്നെയാണ്. ചിലപ്പോ വയലായിരിക്കും, കേൾക്കണത് വയലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മജ്‌ലിസായിരിക്കും. അതിങ്ങനെ കണ്ട് 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 അവിടെ തന്നെ ഉറങ്ങാം. അപ്പൊ അവിടെ നിത്യമായും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഓതൽ സുന്നത്തായ സൂറത്ത് മുടങ്ങിപ്പോവാണ്. പാരായണം ചെയ്യണം എന്ന് മഹാന്മാർ സുന്നത്തായി പ്രഖ്യാപിച്ച ആയത്തുകൾ മുടങ്ങിപ്പോവാണ്. അങ്ങനെ ആകരുത് എന്നാണ് ഞാൻ പറഞ്ഞു. രാത്രി മൊബൈൽ അങ്ങ് മാറ്റിവെക്കുക. എന്നിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇസ്ലാം പറഞ്ഞതുപോലെ കിടന്നുറങ്ങുക, ഇസ്ലാം നിർദ്ദേശിച്ചതുപോലെ ഉറങ്ങുക. അതാണ് മുതഅല്ലിമുകൾക്കറിയാമല്ലോ. ഫത്ഹുൽ മുഈനിൽ പോലുമുണ്ട്. ഇന്നും ഞാൻ എൻ്റെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമുകൾക്ക് സുബഹിക്ക് ശേഷം ഫത്ഹുൽ മുഈൻ ഓതിക്കൊടുത്തപ്പോൾ ഞാൻ ഈ ഭാഗം ഓതിക്കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാണ്. അതേ, അവിടുന്ന് അതാ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ പറ്റില്ല, ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഉറങ്ങണം. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അത് പാരായണം ചെയ്യണം. അതുപോലെ മുഅവ്വിദതാനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ആ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യണം. വ ആയത്തുൽ കുർസി ആയത്തുൽ കുർസി രാത്രി കിടന്നുറങ്ങുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. ഇതുപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ 18ാമത്തെ ആയത്ത് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം എന്ന ആലു ഇമ്രാൻ സൂറത്തിലെ 18ാമത്തെ ആയത്ത് അത് ഓതിയിട്ട് കിടന്നുറങ്ങൽ സുന്നത്താണ്. ഇതുപോലെ തന്നെ അൽ ബഖറ സൂറത്തിന്റെ അവസാന ഭാഗം ആമനർ റസൂലു മുതൽ തുടങ്ങുന്ന ഭാഗം അത് രാത്രി കിടന്നുറങ്ങുമ്പോൾ പാരായണം ചെയ്യൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാരെ പ്രത്യേകം പഠിപ്പിച്ചതാണല്ലോ. ഇതുപോലെ എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടുന്ന നിത്യമാക്കേണ്ടുന്ന ചില സൂറത്തുകൾ മഹാന്മാരായ പണ്ഡിതന്മാരെ കിതാബുകളിൽ പഠിപ്പിച്ചത് കാണാൻ കഴിയും. പുരുഷന്മാരും ഇത് കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഏതാണ് നിത്യമായും പാരായണം ചെയ്യണമെന്ന് മഹാന്മാർ പറഞ്ഞത്? ഒന്ന് അലിഫ് ലാം മീം സജദ സൂറത്ത്, രണ്ടാമതായി സൂറത്തു യാസീൻ, അതുപോലെ സൂറത്തു ദുഖാൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തു തബാറക എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക്, സൂറത്തു സൽസല, അതുപോലെ ഇസാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് മുതൽ തുടങ്ങുന്ന സൂറത്ത്, സൂറത്തു തകാസുർ, അൽഹാകുമുത് തകാസുർ, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്. അതൊരു 100 മറ. സാധിക്കുന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് ഒരു 200 തവണ ഓതണം, പാരായണം ചെയ്യണം. ഇതിപ്പോ ഞാൻ പറയുമ്പോ അവിടുന്ന് കിട്ടുന്ന മറുപടി എന്താണ്? ഇതിനൊന്നും നേരണ്ടാവൂല. യാസീൻ ഓതണം, റഅദ് ഓതണം, വാഖിഅ ഓതണം, ദുഖാൻ ഓതണം, സൂറത്തു സൽസല ഓതണം, സൂറത്തു തകാസുർ ഓതണം, സൂറത്തുൽ വാഖിഅ ഓതണം, സൂറത്തുൽ മുൽക്ക് ഓതണം. അതിന് പുറമെ ഖുൽ ഹുവല്ലാഹു അഹദ് 100 മറ 200 തവണ ഓതണം. അതിന് ചെറിയ സമയം മതി, കൂടുതലൊന്നും വേണ്ട. ഇത് പറയുമ്പോ നേരം ഉണ്ടാവൂല. എന്തിനാ നേരം? നേരം മൊത്തം റീൽസ് കാണാനാണ്, നേരം മൊത്തം മൊബൈൽ കാണാനാണ്. വേറെന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, പഴയ കാലത്തെ ഉമ്മമാർ ഇന്നത്തെ വീടുകളിലുള്ള സൗകര്യം പോലത്തെ സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു കാലം, അങ്ങനെയുള്ളൊരു കാലമുണ്ടായിട്ടും അവരിതൊക്കെ നിത്യമാക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ വീടുകളിൽ എല്ലാ സൗകര്യങ്ങളും വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് അധ്വാനം തീരെ ഇല്ല എന്നല്ല,
വീട്ടിലെ ജോലി തിരക്കുകൾ തീരെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ ഒരു ഉമ്മാക്കും എന്നോട് വിഷമം തോന്നരുത്, എന്നോട് വെറുപ്പ് തോന്നരുത്. നിങ്ങൾക്കൊക്കെ വീട്ടിൽ നല്ല ജോലി തിരക്കുണ്ടെന്നത് നിങ്ങൾക്കറിയുന്നത് പോലെ നമുക്കും അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങളെക്കാളൊക്കെ അധികരിച്ച വീട്ടിലെ ജോലി തിരക്ക് പഴയ കാലത്തെ ഉമ്മമാർക്ക് നല്ലോണം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുള്ള ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നും പഴയ കാലത്തെ ഉമ്മമാരുടെ വീടുകളിൽ ഇല്ലായിരുന്നു. എന്നിട്ട് പോലും അവരെല്ലാം എല്ലാ ദിവസവും നിത്യമാക്കേണ്ടുന്ന സൂറത്തുകൾ പാരായണം ചെയ്യുന്നത് അവർ നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇന്നതിനെല്ലാം ഒരു നേരമില്ലാണ്ടായിപ്പോയല്ലോ. ഞാൻ എൻ്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, നമ്മൾ ഒരിക്കലും അത്തരക്കാരായി അതപ്പതിച്ചു പോകരുത്. നമ്മുടെ ഖബറിലേക്ക് നമ്മൾ കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കണം, നമ്മുടെ ആഖിറത്തേക്ക് കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കണം. പോയി കിടക്കാനുള്ളത് ഖബറിലാണെന്നൊരു ബോധം വേണം, പോയി കിടക്കാനുള്ളത് ഖബറിലാണെന്ന ബോധം വേണം. ആ ഖബറിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കൂടെ ഞാൻ അതേ പാരായണം നിത്യമായും പാരായണം ചെയ്ത സൂറത്തുകൾ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധം വേണം. ഞാൻ ജീവിതത്തിൽ പതിവാക്കിയ ദിക്റുകളും തസ്ബീഹുകളും സ്വലാത്തുകളും അത് മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ബോധം വേണം. അങ്ങനെ നല്ല ബുദ്ധിയുള്ള ഉമ്മമാരായി ജീവിക്കണം. ഇത് ഞാൻ സാന്ദർഭികമായി ഈ സദസ്സിലുള്ള എൻ്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്നേയുള്ളൂ. എന്നാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കി കളയാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുന്നവനാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുവായിട്ടുള്ള ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബ്ലീസാണ് മനുഷ്യനെ പറ്റിക്കുന്നത്, ഇബ്ലീസാണ് മനുഷ്യനെ ചതിക്കുന്നത്. ഈ എല്ലാ ഖൈറുകളങ്ങ് മുടക്കിക്കളയാൻ എല്ലാ അർത്ഥത്തിലും മെനക്കെടുന്നതാരാണ്? ഇബ്ലീസാണ്. നല്ല നല്ല ആളുകളുടെ അരികിലേക്കാണ് ഇബ്ലീസ് വേഗം വരിക. മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരുമോ? വരുമോ? നിങ്ങളെന്താ മിണ്ടാത്ത? ഉറക്കം തൂങ്ങുമോ മൊബൈൽ നോക്കുമ്പോ? ഇല്ല. വാലിന്റെ സദസ്സിൽ വന്നിരുന്നാലോ? സിനിമ കാണുമ്പോ ആരെങ്കിലും ഉറക്കം തൂങ്ങുമോ? ഇല്ല. ഫുട്ബോൾ കളി കാണുമ്പോ ആരെങ്കിലും ഉറക്കം തൂങ്ങുമോ? മെസ്സി വന്നു സങ്കല്പിക്കുക, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മെസ്സിന്റെ കളി കാണാൻ ചെന്നു എന്ന് കരുതാ, ആ കളി കണ്ടുകൊണ്ടിരിക്കെ ഉറക്കം തൂങ്ങുക. ഇപ്പൊ അർജന്റീനക്കാരെന്നോട് വെറുപ്പ് തോന്നുമെന്ന് എനിക്കറിയില്ല. ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ഞാനൊരു മെസ്സിയുടെയും ആളല്ല, ഞാനൊരു റൊണാൾഡോന്റെ ആളല്ല, ഞാൻ ഒന്നുമല്ല. ഞാൻ ഹനീഫ മുസ്ലിമാണ്, ഒരു മുസ്ലിമാണ്. അള്ളാഹു ഞങ്ങളൊക്കെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണ വിഭാഗത്തിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തി തരട്ടെ. അപ്പൊ ആരെങ്കിലും ഉറക്കം തൂങ്ങുക? ഇല്ല. അപ്പൊ ആരെങ്കിലും നീച്ചു പോവോ? ഉറക്കം തൂങ്ങണ്ട കൊണ്ട് ഞാൻ എണീറ്റ് പോട്ടെ? ആരും പോലെ. വാലിന്റെ സദസ്സിൽ ഇരുന്നാലോ? നിങ്ങളിപ്പോ ആരും ഉറക്കം തൂങ്ങുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും വാലിന്റെ സദസ്സിലില്ല. എന്താ കാരണം? നല്ല കാര്യം ചെയ്യുമ്പോൾ ഇബ്ലീസ് വേഗം വരും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു യഹൂദിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, യഹൂദികളായ ഞങ്ങളൊക്കെ നല്ല മനസാന്നിധ്യത്തോടു കൂടെയാണല്ലോ ഇബാദത്ത് എടുക്കുന്നത്. ശൈത്താന്റെ വസ്വാസൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ലല്ലോ യഹൂദികളായ ഞങ്ങൾക്ക്. പക്ഷെ നിങ്ങളെ സ്വഹാബത്തിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നത് അവർ കുറെ വസ്വാസമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നിസ്കരിക്കുകയാണല്ലോ. ശൈത്താനൊക്കെ നിങ്ങളെ സ്വഹാബത്തിന്റെ അടുത്തല്ലേ വരുന്നത്? യഹൂദികളായ ഞങ്ങളൊക്കെ നല്ല മനസാന്നിധ്യത്തോടു കൂടി ഇബാദത്ത് ചെയ്യാണ്, ശൈത്താനൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലല്ലോ എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്നുണ്ട് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജിബുഹു. ഉസ്താദിനോടാണ് ചോദ്യം. ഉസ്താദിനോട് ചോദ്യം വന്നപ്പോ ഉസ്താദ് ശിഷ്യനെ കാണിച്ചിട്ട് പറഞ്ഞു, ശിഷ്യൻ മറുപടി തരുന്നു. അജിബുഹു, അബൂബക്കറെ റളിയല്ലാഹു അൻഹു, ആ യഹൂദിയായ മനുഷ്യന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി കൊടുത്തോളൂ.
അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മറുപടി നൽകണത്. എന്താ മറുപടി? യാ യഹൂദി. ആ യഹൂദിയെ വിളിച്ചിട്ട് മഹാൻ പറയാണ്, അല്ല യഹൂദി, 2 വീടുണ്ട് എന്ന് സങ്കല്പിക്കുക. ബൈത്താനി, 2 വീട്. ഒരു വീട് നിറയെ സ്വർണവും വെള്ളിയും പൊന്നും മുത്തും രത്നവും ഡയമണ്ടും ഒക്കെ ഉണ്ട്. ഒരു വീട് നിറയെ അതാണ്. മറ്റൊരു വീടോ ഒന്നുമില്ല, ഒഴിഞ്ഞു കിടക്കുന്ന വീടാണ്. സ്വർണ്ണമില്ല, വെള്ളിയുമില്ല, പൊന്നുമില്ല, മുത്ത് രത്നോ ഡയമണ്ട് ഒന്നുമില്ല. കള്ളൻ ഏത് വീട്ടിലേക്കാ കയറണം എന്ന് ചോദിച്ചു. ഈ യഹൂദിയായ മനുഷ്യനോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കള്ളൻ ഏത് വീട്ടിലേക്കാ കയറണത്? നമ്മളെ ക്ലാരി ചെനക്കലില് 2 വീടുണ്ടെന്ന് കരുതാം. ഒരു വീട് നിറയെ സ്വർണ്ണ, ഒക്കെ ആഭരണങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു വീട്ടിൽ ഒന്നുമില്ല. എന്നാ കള്ളം കയറിയാൽ ഏത് വീട്ടിലോട്ടാ കള്ളം കയറാം? ഒന്നുമില്ലാത്ത വീട്ടിൽ കള്ളം കയറുമോ? ഇല്ല. നിറയെ സ്വർണ്ണമുള്ള വീട്ടിൽ കള്ളം കയറും. അപ്പൊ ഈ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, അതിപ്പോ കള്ളം കയറണത് നിറയെ സ്വർണ്ണമുള്ള വീട്ടിലല്ലേ? അപ്പൊ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, എന്നാൽ യഹൂദിയായ മനുഷ്യ, ഇതുപോലെയാണ് ഖുലൂബുന മംലൂഅത്തും ബിത്തൗഹീദി വൽ മഅരിഫ. സ്വഹാബത്തുകളാകുന്ന ഞങ്ങളെ ഖൽബ് നിറയെ ഏകനായ അല്ലാഹുവിലുള്ള ഈമാനാണ്. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്താണ്. സ്വഹാബത്തുകളാകുന്ന ഞങ്ങളെ ഖൽബ് നിറയെ തഖ്വയാണ്, നന്മയാണ്. എന്നാൽ നിങ്ങളെ ഹൃദയങ്ങളോ ഖുലൂബുക്കും ഖാലിയത്തുൻ അൻ ഹാദിഹി, നിങ്ങളെ ഖൽബിൽ ഈമാനില്ല, നിങ്ങളെ ഖൽബിൽ തൗഹീദില്ല, നിങ്ങളെ ഖൽബിൽ ഇഹ്സാനില്ല, നിങ്ങളെ ഖൽബിൽ മഅരിഫത്തില്ല, നിങ്ങളെ ഖൽബിൽ തഖ്വയില്ല. അതുകൊണ്ടാണ് വഴിപിഴപ്പിക്കുന്ന ശൈത്വാൻ ഇബ്ലീസ് നിങ്ങളെ ശല്യം ചെയ്യാൻ അവന് വരൂല. അവൻ വരേണ്ട ആവശ്യവുമില്ല. കാരണം നിങ്ങൾ ഏതായാലും വഴി തെറ്റിയിട്ടാണുള്ളത്. ഇനി നിങ്ങളെ തെറ്റിക്കേണ്ട ആവശ്യം അവനില്ല. പക്ഷെ ഞങ്ങൾ നേർ വഴിയിലാണുള്ളത്. നേർ വഴിയിലുള്ള ഞങ്ങളെ തെറ്റിക്കാനാണ് ഇബ്ലീസ് ശ്രമിക്കുന്നത് കേട്ടോ. ഓ മനുഷ്യ, ഇബ്ലീസ് ഏതൊരു മനുഷ്യന്റെ കൂടെയും ഉണ്ടാകും. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വലഹു ശൈത്വാൻ. നിങ്ങളെ കൂടെ ഓരോരുത്തന്റെ കൂടെ ഓരോ ശൈത്വാന് നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന ബോധം വേണം. ആ ശൈത്വാനിനെ തോൽപ്പിച്ചിട്ടാണ് നിങ്ങൾ നല്ലവരായി ജീവിച്ച് മരിക്കേണ്ടത്. അതേ പരിശുദ്ധ ഖുർആൻ അങ്ങ് മുസ്ഹഫ് കയ്യിലെടുത്ത് ഖുർആൻ ഓതാൻ നോക്കുമ്പോ ഇബ്ലീസ് മന്ത്രിക്കും, ഓതണ്ടാന്ന് മന്ത്രിക്കും. ആ ഇബ്ലീസിനെ പരാജയപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ഖുർആൻ ഓതാൻ. അതേ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോൾ, ഈ നാട്ടിലെ പള്ളി വലിയ ബറക്കത്തുള്ള പള്ളിയാണ്. ധാരാളം വലിയ വലിയ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഇവിടെ ദർസ് നടത്തിയ പള്ളിയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു, മർഹൂം വന്യരായ കുണ്ടൂർ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവരുകൾ എത്രയോ വർഷക്കാലം ഇവിടെ അതാ നേതൃത്വം നൽകിയിട്ടുണ്ട്, ദർസ് നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചു. അല്ലാഹുവേ, നീ മഹാനവരുകളുടെ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഈ സദസ്സിന്റെ എല്ലാ സന്തോഷം വന്യരായ ഉസ്താദിന്റെ ഖബറിലോട്ട് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. അപ്പൊ ഞങ്ങളെ നാട്ടിലെ പള്ളിയിലെ സ്വലാത്ത് നടക്കുമ്പോൾ അതേ ഇബ്ലീസ് ചിലപ്പോ മന്ത്രിക്കും, പോകണ്ടെന്ന് മന്ത്രിക്കും. ആ മന്ത്രിക്കുന്ന ശൈത്താനിനെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തിയിട്ട് വേണം പള്ളിയിലെ സ്വലാത്തിന്റെ സദസ്സിൽ വന്നു കൂടേണ്ടുന്നത്. ഓ വാല കേൾക്കുന്ന യുവാക്കളെ, ചേട്ടാനുജന്മാരെ, സുബ്ഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാകണം. യുവാക്കൾ നല്ല ദീനീ ബോധമനുസരിച്ച് നടക്കുന്നവരാകണം. ആ യുവാക്കൾ സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വരുന്നവരാകണം. സുബ്ഹി ജമാഅത്ത് നമ്മുടെ പള്ളി നിറഞ്ഞു ഒഴുകണം. ഓരോ ജമാഅത്തിലും നമ്മുടെ പള്ളിയിൽ ആളെ കാണണം.
ആ സുബഹി ജമാഅത്തിന്റെ സമയമാകുമ്പോ ഇബ്ലീസ് മന്ത്രിക്കൂ, പോകണ്ട ഇബ്ലീസ് പറയൂ. ആ മന്ത്രിക്കുന്ന ഇബ്ലീസിനെ തോൽപ്പിച്ചിട്ട് പരാജയപ്പെടുത്തിയിട്ട് വേണം സുബഹി ജമാഅത്തിന് പള്ളിയിലോട്ട് വരാൻ. ഏതൊരു മനുഷ്യന്റെ കൂടെയും ശൈത്വാൻ ഉണ്ടാകും. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ശൈത്വാനിനെ അങ്ങ് ആട്ടിയോടിച്ചില്ലേ. ആ ശൈത്വാനിനെ പറയല് തന്നെ എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റജീമായ ശൈത്വാൻ എന്നാണ് പറയുന്നത്. എന്താണ് റജീം എന്ന് പറഞ്ഞാൽ? ആട്ടി ഓടിക്കപ്പെട്ട ശൈത്വാൻ. ആ ശൈത്വാനിനെ അല്ലാഹു തആല ആട്ടി ഓടിച്ചപ്പോൾ ഇബ്ലീസ് അല്ലാഹുവിനോട് ഒരു റിക്വസ്റ്റാണ്. അല്ലാഹുവിനോട് ഇബ്ലീസ് ചോദിച്ചു വാങ്ങി, അല്ലാഹ് നീ എന്നെ ആട്ടി ഓടിച്ചാ ഞാൻ പിന്നെ എവിടേക്കാ പോകണ്ടേ? അതുകൊണ്ട് എനിക്ക് പോയിട്ട് താമസിക്കാൻ പറ്റിയൊരു വീട് നീ തന്നെ തരണമെന്ന് പറഞ്ഞു. അല്ലാഹ് ആട്ടി ഓടിച്ച പിന്നെ എങ്ങോട്ടെങ്കിലും ചെല്ലാൻ പറ്റുമോ? പറ്റൂല. ഒക്കെ അള്ളാന്റെതല്ലേ. ഭൂമിയും ആഖിറവും ദുനിയാവും ആഖിറവും ഒക്കെ അള്ളാന്റെ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ഫജഅലി ബൈത്ത, നീ ആട്ടി ഓടിച്ചാൽ ഞാൻ എങ്ങോട്ട് ചെല്ലാനാണ്? എനിക്കൊരു ബൈത്ത് തരണമെന്ന് പറഞ്ഞു. പോയിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം തരണമെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല ഇബ്ലീസിന് ഒന്ന് വസിക്കാൻ കൊടുത്ത ഇടമാണ് അൽ ഹമ്മാം. അതിനെന്താ നിങ്ങൾ പറയാ? നിങ്ങളുടെ നാട്ടിൽ കക്കൂസ് എന്ന് പറയും അല്ല. ഇപ്പൊ ഇംഗ്ലീഷൊക്കെ ഒന്ന് മെച്ചപ്പെട്ടപ്പോ പിന്നെ കുറച്ചു കാലം ബാത്റൂം എന്നായിരുന്നു, ടോയ്ലറ്റ് എന്നായിരുന്നു. ഇപ്പൊ വാഷ്റൂം എന്നായിക്കണം. അങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ മെച്ചപ്പെട്ട് വരുമ്പോ മാറി മാറി വരും. എന്നാ പഴയ പദം അതാണ് അല്ലേ? അങ്ങനെ പറയാറില്ലേ? എന്റെ ഭാഷ നിങ്ങളെ ഭാഷയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ ഭാഷയിൽ ഇവിടെ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച നിങ്ങൾ ആകെ ചിരിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നോട് യാവട്ടിയാജ് പറഞ്ഞു കുറച്ച് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചു എന്തിനാ ചിരിക്കാനാ? വെറുതെ മനുഷ്യന്മാരെ ചിരിപ്പിച്ചിട്ടോ? വേദന സദസ്സിൽ വന്നാൽ കൂടുതൽ ചിരിച്ചു പോകാൻ പാടില്ല. കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അവസാനം ദുആ ചെയ്ത് പിരിയുമ്പോൾ കണ്ണുനീരിറ്റിച്ച് കണ്ണ് നനഞ്ഞിട്ട് പിരിയണം. പഴയ കാലത്തെ വാലുകളൊക്കെ അങ്ങനെയായിരുന്നു. പഴയ കാലത്തെ വാലെന്തായിരുന്നു? ചിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ വാല് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കരഞ്ഞിട്ടാ പോവാ. ഇപ്പത്തെ വാലിന്റെ സദസ് എല്ലാ വാലല്ലോ, വരുമ്പോ കരഞ്ഞിട്ട് വന്ന മനുഷ്യൻ വാല് കഴിഞ്ഞ് പോകുമ്പോൾ ചിരിച്ചിട്ടാ പോവാ. ഖിയാമത്ത് നാളാകുമ്പോ കാര്യങ്ങളൊക്കെ തക്കൂനുൽ ഉമൂറു മഅകൂസ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു വരും എന്നതുപോലെ. പണ്ട് അവിൽ മിൽക്കായിരുന്നു, ഇപ്പൊ മിൽക്കവിലായി മാറി. അതങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അല്ലാഹു തആല ഇബ്ലീസിനെ വസിക്കാൻ കൊടുത്ത ഇടമാണ് അൽ ഹമ്മാം, ടോയ്ലറ്റ്, കക്കൂസ്. അതുകൊണ്ടാണ് അവിടെ കൂടുതലും പോയി സമയം ചെലവഴിക്കാൻ പാടില്ല. ആവശ്യം കഴിഞ്ഞാൽ വേഗം എണീറ്റ് വരണം. ചില ഉമ്മമാരുണ്ട്, കുട്ടികളെ എങ്ങനെ അവരെ തന്നെ ഇങ്ങനെ കുളിക്കാൻ വിടും. അങ്ങനെ ആകാൻ പാടില്ല. കുട്ടികളെ കൂടുതൽ നേരം ടോയ്ലറ്റിൽ നിർത്തുന്ന ഒരു സ്വഭാവം ഉമ്മമാർ വളരെ നന്നായി ശ്രദ്ധിക്കണം. അത് നല്ലതല്ല, നല്ല സ്വഭാവമല്ല. കുറേ നേരം കുട്ടികളെ ഉമ്മ തന്നെ കൊണ്ടുപോവാ, വേഗം വൃത്തിയാക്കുക, ഉമ്മ തന്നെ കൂട്ടി കൊണ്ടുവരിക. ഉമ്മ ഇവനോട് പോവാൻ പറയാണ്, നീ പോ, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിടി, ഞാൻ വന്നോളാം കുട്ടി കൊണ്ടുവരാൻ. അപ്പൊ പറഞ്ഞ പോവാൻ, നീ ഒറ്റക്ക് പോ, തിരിച്ചു നമുക്ക് വരുമ്പോ ഒന്നിച്ചു വരാം എന്ന് പറയും പോലെ കുറേ നേരം കുട്ടി ഇങ്ങനെ കളിക്കും അവിടെ. ഇപ്പൊ കക്കൂസിലൊക്കെ കളിക്കാനുള്ളത് ടബ് ഉണ്ടാക്കി വെച്ചു, കടന്നിട്ട് കുളിക്കാൻ വേഗം വരണ്ട, എല്ലാ സൗകര്യം അവിടെ വെച്ചു. കക്കൂസിലൊന്നും കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ പാടില്ല. കക്കൂസ് മനുഷ്യന് മടുക്കണം, അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ളതാണ്. എന്താ കാരണം അത് ഇബ്ലീസിന്റെ ബൈത്താണ്. ഇവിടെ കുറെ നേരം നിൽക്കാൻ പറ്റൂല. ഇങ്ങനെ പലതും ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങി. രണ്ടാമതായി ഇബ്ലീസ് ചോദിച്ചു, എനിക്കും ഒരു മജ്ലിസ് തരണം. വഹീദ്ദീൻ റാത്തീബിന്റെ മജ്ലിസ് ഇല്ലേ, റിഫാഇ റാത്തീബിന്റെ മജ്ലിസ് ഇല്ലേ? അതൊക്കെ സ്വാലിഹീങ്ങളുടെ മജ്ലിസാണ്, ഔലിയാക്കളുടെ മജ്ലിസാണ്. എന്നാൽ എനിക്കും ഒരു മജ്ലിസ് തരണം. ഉടനെ അവിടുന്ന് അല്ലാഹ് പറഞ്ഞതാണ്, അൽ അസ്വാഖ് വ മജാമിഉത് തുറുഖി. നിന്റെ മജ്ലിസ് അങ്ങാടിയിലാണ്, ബസാറുകളിലാണ്, അതുപോലെ വഴിയോരങ്ങളിലാണ്. അങ്ങാടിയിൽ പോയി കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടില്ല, ബജാറുകളിൽ പോയി കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടില്ല.
അവിടെയാണ് കൂടുതലും ഗീബത്ത് പറച്ചിലുണ്ടാകുന്നത്, അവിടെയാണ് നമീമത്ത് പറയലുണ്ടാകുന്നത്, അവിടെയാണ് ഫിത്നയുണ്ടാകുന്നത്, അവിടെയാണ് ഫസാദ് ഉണ്ടാകുന്നത്. എന്തേ കാരണം? അത് ഇബ്ലീസിന്റെ മജ്ലിസാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, റബ്ബേ നീ എന്നെ ആട്ടി ഓടിച്ചാൽ ഞാൻ എന്ത് കഴിക്കാനാണ്? ഞാൻ ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ ഇബ്ലീസിനെയും അല്ലാഹ് പരിഗണിച്ചു. അപ്പൊ ഇബ്ലീസിന് അല്ലാഹു കൊടുത്ത ഭക്ഷണം ഏതാണ്? മാലം യുദ്കരിസ്മുല്ലാഹി അലൈഹി. ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലാത്ത ഭക്ഷണമുണ്ടോ? അത് ഇബ്ലീസിനുള്ള ഭക്ഷണമാണ്. അതുകൊണ്ടാണ് ബിസ്മി ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആദ്യം ഒരാള് ഉറക്കെ അങ്ങ് ബിസ്മി ചൊല്ലണം. അത് പുണ്യകർമ്മമാണെന്ന് മഹാന്മാരെ കിതാബിൽ പറഞ്ഞത് വെറുതെ അല്ല. എന്തിന്? അത് മറ്റുള്ളവർക്കൊന്ന് ഓർമ്മിക്കാനാണ്. ബിസ്മി ചൊല്ലാതെ കഴിക്കണ ഭക്ഷണമോ അത് ഇബ്ലീസിന് അല്ലാഹ് കൊടുത്ത ഭക്ഷണമാണ്. ഓ ഉമ്മമാരെ, കഴിവിന്റെ പരമാവധി കുട്ടികളെ ഒറ്റക്ക് തനിച്ചിരുത്തി ഭക്ഷിപ്പിക്കുന്ന ശീലം അത് നല്ലതല്ല. എന്ത് തിരക്ക് നിങ്ങൾക്കുണ്ടെങ്കിലും ശരി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ നിങ്ങളതായ തിരക്കുണ്ടെന്നത് 100% ഞാൻ അംഗീകരിക്കുന്നു. ആ തിരക്കിൽപ്പെട്ട ഒരു തിരക്കായി കുട്ടികളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നല്ല മനസ്സ് നിങ്ങൾ കാണേണ്ടതുണ്ട്. എങ്കിലേ കുട്ടികളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കുട്ടിക്കൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് പറയാൻ ഓർമ്മിപ്പിക്കാൻ കഴിയൂ. ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നത് കുട്ടിക്ക് പഠിപ്പിക്കാൻ കഴിയൂ. ഇത് കുട്ടികളെ കൂടെ എപ്പോഴും ഇണങ്ങിച്ചേരുന്ന കൂടുതൽ ബന്ധമുള്ള ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ടാണ് വീണ്ടും അതാ ഇബ്ലീസിന്റെ ചോദ്യമാണ്, എനിക്ക് ഭക്ഷണം മാത്രം പോരല്ലോ, ഇജഅലി ശറാബാ, എനിക്ക് പാനീയം വേണല്ലോ. അപ്പോഴാണ് ഇബ്ലീസിനോട് അല്ലാഹ് പറയുന്നത്, കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി നിനക്ക് കുടിക്കാനുള്ള നിന്റെ പാനീയമാണ്. ഒരിക്കലും മദ്യപിക്കുന്നവരാകരുതേ മുസ്ലിമേ, കള്ളുകുടിയനാകരുതേ മുസ്ലിമേ. അത് ന്യൂ ഇയറിന്റെ രാവിലായാലും ശരി, ഏതെങ്കിലും ഒരു ഉത്സവ വേളയിലായാലും ശരി, മദ്യപിക്കുന്നത് അപകടമാണ്. അത് ഇബ്ലീസിന് അല്ലാഹ് കുടിക്കാൻ കൊടുത്തതാണ്. ഇബ്ലീസിന്റെ പാനീയം എന്തുകൊണ്ടാണ്? ഈമാനുള്ള ജനങ്ങൾ കുടിച്ച് രസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലും ലഹരിയുടെ ആളുകളായി നമ്മൾ അതപ്പതിച്ചു പോകരുത്. വലിയ സങ്കടത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട പല മക്കളും ഇന്ന് അതാ ലഹരിക്ക് അഡിക്റ്റാടിരിക്കുന്നു. MDMA പിന്നിൽ പോയ എത്ര ചെറുപ്പക്കാരുണ്ട്, കഞ്ചാവിന്റെ പിന്നിൽ പിടിക്കപ്പെട്ട എത്ര ചെറുപ്പക്കാരുണ്ട്. പത്രത്തിലെല്ലാം നമ്മുടെ ഖൗമിന്റെ പേര് വരുമ്പോൾ വായിക്കുമ്പോൾ സങ്കടം തോന്നുന്നു, വല്ലാത്ത വിഷമം തോന്നുന്നു. ഞാൻ രക്ഷിതാക്കളോട് ഗൗരവത്തിലൊരു കാര്യം പറയട്ടെ. എന്തിനാണ് നട്ടപ്പാതിരക്ക് നമ്മുടെ അതാ കൗമാരപ്രായമുള്ള ആൺമക്കളെ പാതിരാ സമയത്ത് എന്തിനാണ് പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നത്? ഒരു ബാപ്പക്ക് ഒരു മോനെ കൺട്രോൾ ചെയ്തുകൂടെ? ഒരു ഉമ്മാക്ക് ഒരു മോനെ കൺട്രോൾ ചെയ്തുകൂടെ? അവൻ മകനാണല്ലോ, ബാപ്പയല്ലല്ലോ. ബാപ്പ നമ്മളല്ലേ, അവൻ മകനാണല്ലോ, ഉമ്മയല്ലല്ലോ. ഉമ്മമാരെ നിങ്ങളാണല്ലോ. ഇത് അവൻ ഉമ്മയും ഉപ്പയും നമ്മൾ മക്കളായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടൊരു ബാപ്പ പറയുന്നത് അവനെ കൊണ്ട് കേൾപ്പിച്ചുകൂടാ? ഒരു ഉമ്മ പറയുന്നത് അവനെ കൊണ്ട് കേൾപ്പിച്ചുകൂടാ? അത് നേരത്തെ തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ്? ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടാക്കി വെച്ച ബിൽഡിങ്ങുകൾ കൊണ്ടുപോകാറില്ല.
കോടിക്കണക്കിന് ചെലവഴിച്ച വലിയ കൊട്ടാരത്തിന് തുല്യമായ വീട് കൊണ്ടുപോകാറില്ല, വാഹനങ്ങൾ കൊണ്ടുപോകാറില്ല. എത്ര വലിയ കാറിൽ യാത്ര ചെയ്യുന്നവനായാലും അതേ അവസാനം കിടത്തി കൊണ്ടുപോകുന്നത് പള്ളിയുടെ ഹൗദിൻ കരയിൽ കെട്ടി തൂക്കി വെച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലാണല്ലോ. പാവപ്പെട്ടവൻ മാത്രമാണോ അതിൽ കിടക്കേണ്ടി വരുന്നത്? കോടീശ്വരനാണെങ്കിലും അങ്ങനെയല്ലേ, ലക്ഷപ്രഭുവാണെങ്കിലും അങ്ങനെയല്ലേ? പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകൂലല്ലോ രക്ഷിതാക്കളെ. വരുമ്പോഴൊക്കെ കൈ മടക്കി പിടിച്ചിട്ടാണ് വന്നത്, വാരിക്കൂട്ടണമെന്ന് കരുതിയിട്ടാണ് വന്നത്. കുറെ അങ്ങ് കൂട്ടിവെച്ചു, ശരിയാണ്. അവസാനം പോകുമ്പോ രണ്ട് കൈയും മലർത്തിയിട്ടല്ലേ പോകുന്നത്. എന്തേ കാരണം? ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. അധ്വാനിച്ചുണ്ടാക്കി വെച്ച സമ്പാദ്യം മുഴുവനും ഞാനിതാ ഇവിടെ ബാക്കി വെച്ചു പോകുന്നു. ഇന്നും ഞാൻ നിങ്ങളെ ക്ലാരി ചെനക്കലിൽ വാലിന് വരുമ്പോ കർണാടകയിൽ ഞാനതാ മംഗലാപുരത്തൊരു മരണ വീട്ടിൽ പോയി അവിടുന്ന് യാസീനോദി ദുആ ചെയ്ത് വന്നതാണ്. അല്ലാഹു ആ ഖബറാളിയുടെ ഖബർ സ്വർഗീയ ഖബറാക്കി കൊടുക്കട്ടെ. ഒരുപാട് ഉണ്ടാക്കി വെച്ചു, പ്രവാസിയാണ്, ഒരുപാട് അധ്വാനിച്ചു, മക്കൾക്ക് വേണ്ടതുണ്ടാക്കി വെച്ചു, കുടുംബത്തിന് വേണ്ടതുണ്ടാക്കി വെച്ചു. ഒരേ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം ഉണ്ടാക്കി വെച്ചു. ഒരു ദിവസം രാത്രി അങ്ങ് കിടന്നുറങ്ങിയപ്പോ പിറ്റന്ന് ഉണരുന്നില്ല, ഉറക്കിലങ്ങ് മരണപ്പെട്ടു പോയി. പോകുമ്പോൾ അദ്ദേഹം വാങ്ങിയ പുതിയ കാറ് കൊണ്ടുപോയില്ല, സാധാ ഒരു മയ്യത്ത് കട്ടിലിൽ കിടത്തിയിട്ടാണ് കൊണ്ടുപോയത്. അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഫ്ലാറ്റ് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, സമ്പാദിച്ചു വെച്ച സമ്പാദ്യമൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എല്ലാം ഇവിടെ വിട്ടേച്ചങ്ങ് പോയി. എന്നാൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം പോയി കിടക്കുന്ന ഖബറിൽ ഉപകരിക്കുന്ന ഏറ്റവും നല്ല സമ്പാദ്യം അല്ലാഹു നമുക്ക് തന്ന മക്കളെ വെറുതെയല്ല. റബ്ബ് എനിക്കും നിങ്ങൾക്കും മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അത് വിലാസത്തിനല്ല, സൺ ഓഫ് പറയാനല്ല, ഡോട്ടർ ഓഫ് എന്ന് ചേർത്തി പറയാനല്ല. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഖബറിൽ കിടക്കുന്ന ബാപ്പാക്ക് ദുആ ചെയ്യുന്ന മോനാണോ? ഖബറിൽ കിടക്കുന്ന ഉമ്മാക്ക് ദുആ ചെയ്യുന്ന മകളാണോ? അങ്ങനെയുള്ള മക്കളെയല്ലേ ഞാനും നിങ്ങളും സമ്പാദിച്ചുണ്ടാക്കേണ്ടത്. അങ്ങനെയുള്ള മക്കളായിട്ടല്ലേ നമ്മുടെ മക്കളെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ആകേണ്ട മോനാണ്. ആ മോന് നട്ടപ്പാതിരക്ക് വീട്ടിൽ നിന്ന് പുറത്തങ്ങ് പോയി. അല്ലാ, വൈകിട്ട് ഒരു 2 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരുമ്പോ ബാപ്പാക്ക് ഇവനോട് ചോദിക്കാൻ ധൈര്യമില്ല, എവിടുന്ന് വരുന്നു എന്ന് ചോദിക്കാൻ ധൈര്യമില്ല. എന്താ കാരണം? ബാപ്പ ചോദിച്ചാൽ ഇവൻ മിണ്ടൂല, ബാപ്പ ചോദിച്ചാൽ ഇവൻ മിണ്ടൂല. എന്നിട്ട് അവസാനം ബാപ്പ ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലോ? ഇവൻ കാത്തിരിക്കുകയാണ് ബാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ, എവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ബാപ്പ എന്താ പറയല്? ഞാൻ അവനെ കണക്കിന്ന് പുറത്താക്കി. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഏത് കണക്കുന്ന ഇപ്പൊ തിരിയാത്തത് അതാ. ഏത് കണക്കുന്ന? വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്ന കണക്കിന്ന് പുറത്താക്കിയെന്നാണോ? അല്ല, ദുനിയാവിൽ അവൻ എന്ത് തെറ്റ് ചെയ്താലും അത് ഈ ബാപ്പയിലേക്ക് ചേർത്തി പറയരുത്, ഈ ഉമ്മയിലേക്ക് ചേർത്തി പറയരുത് എന്ന കണക്കാണോ? ഇവിടുന്ന് കണക്കിന്ന് പുറത്താക്കാം, അവിടുന്ന് പുറത്താക്കാൻ പറ്റൂല. അവിടുന്ന് പറയും അരിനല്ലദീന അളല്ലാന നജഅൽഹുമാ തഹത അഖ്ദാമിനാ. അല്ലാഹ് ഓരെ കാണിച്ചതാ, ഓരെ ഞാൻ എന്റെ കാലിന് ചുവട്ടിലിട്ടിട്ട് ഞാനൊന്ന് ചവിട്ടട്ടെ എന്ന് പറയും. ഉമ്മാനെയും ബാപ്പാനെയും കാണിച്ചിട്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ ഉപ്പമാരെ, ഉറക്കാമീൻ പറയും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സമ്പാദ്യം ഇന്ന് വലിയ ഡേഞ്ചറാ, പഴയ കാലം പോലെയല്ല. എത്ര സ്ഥാപനങ്ങൾ ഉണ്ടായാലും എത്ര കോളേജുകൾ ഉണ്ടായാലും ഇന്നത്തെ കാലത്ത് കുട്ടികളെ ശ്രദ്ധിക്കാൻ വളരെ ഡേഞ്ചറാ. ദുആ അനിവാര്യമാണ്. തർബിയത്ത് വേണം, വളർത്തൽ വേണം, സംരക്ഷണം വേണം, എല്ലാം വേണം. ഏറ്റവും പ്രധാനമായും ദുആ. എല്ലാ ദുആകളിലും റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന ഒരു ദുആ മറക്കാതെ ഉൾക്കൊള്ളിക്കണം. ഒരിക്കലും ആ ദുആ നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാ ദുആയിലും, ഏത് ദുആയിലും. എന്താ അതിന്റെ അർത്ഥം?
ആ അർത്ഥത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പൊ ഞാൻ പറയുള്ളൂ. ഞങ്ങളെ മക്കളെ കൺകുളിർമയാകണ മക്കളാക്കി തരണേ അല്ലാ എന്നാണ്. ഞാൻ എന്റെ വാദം നിർത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ മക്കളെ നമ്മുടെ സമ്പാദ്യമാക്കി എടുക്കണം. ഇത് ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാദം നിർത്തുന്നു. ഔലിയാക്കളെ വഴിയിലോട്ട് കയറണം, സ്വാലിഹീങ്ങളെ വഴിയിലോട്ട് കയറണം. ഖുത്ബുൽ അഖ്താബ് الغوث الأعظم الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. എന്നെ പേടിച്ചവൻ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ. ഔലിയാക്കൾ പറഞ്ഞ ഓരോ വാക്കിനും വലിയ ആശയമുണ്ട്. അതല്ലേ ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞത്, എന്നെ മുറുകെ പിടിച്ചവനാണോ പിന്നെ അവരൊന്നും ഭയക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. എന്നെ പിടിക്കേണ്ട വിധത്തിൽ പിടിച്ചാൽ ഞാൻ അവർക്ക് കാവലാണ്. ഔലിയാക്കളുടെ കാവല് നമുക്ക് അനിവാര്യമാണ്. ആ ഔലിയാക്കളെ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തുന്നു, വിഷമമില്ലെങ്കിൽ. കഴിവുള്ളവരൊക്കെ ഒന്നെണീറ്റ് നിൽക്കുമോ? പ്രായമുള്ളവർ അവിടെ തന്നെ ഇരുന്നോളൂ. യുവാക്കളൊക്കെ ഒന്നെണീറ്റ് നിൽക്കണം. ദൂരെയുള്ളവരൊക്കെ നമ്മുടെ പന്തലിലോട്ട് കയറി വരണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാദം നിർത്തുന്നു. അശ്ശൈഖ് അബൂ അംർ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ തൗബ ചെയ്ത് നന്നാവുകയാണ്. മനുഷ്യൻ നന്നാകണം. എപ്പോഴും മനുഷ്യൻ ഒരുപോലെ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യന്റെ 2 ദിവസം സമമാകാൻ പാടില്ല. ഇന്നലത്തേക്കാൾ ഞാൻ ഇന്ന് കുറച്ചും കൂടി നന്നാകണം, ഇന്നത്തേക്കാൾ ഞാൻ നാളെ കുറച്ചും കൂടി നന്നാകണം. 2 ദിവസവും ഒരുപോലെയായാൽ അവനതാ പരാജിതനാണ്. അതേ, ഓരോരുത്തരും നന്നാകുന്നതിന്റെ പിന്നിൽ വലിയ പശ്ചാത്തലങ്ങളുണ്ട്, സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. അതേ ഓ സുഹൃത്തുക്കളെ, ഔലിയാക്കൾ എന്തിനാണ്? ശൈഖ് ജീലാനി തങ്ങൾ എന്തിനാണ്? അതുപോലെ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഴി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ എന്തിനാണ്? അവരുടെ ജീവിത ചരിത്രം പഠിക്കണം. അത് ഞാൻ മാത്രം പഠിച്ചാൽ പോരാ. ഓ ഉമ്മമാരെ, രാത്രി കിടന്നുറങ്ങുമ്പോൾ മോനെ അങ്ങ്, ചെറിയ കുഞ്ഞിനെ അങ്ങ് കിടത്തിയിട്ട് നിങ്ങൾ വേഗം പോയി ഉറങ്ങാൻ നോക്കരുത്. കുട്ടിയെ കൂടെ നിങ്ങൾ പോയി കിടക്കണം. ആ കിടക്കണ സമയം നല്ലൊരു സമയമാണ്. മക്കളെ ഉപദേശിക്കാൻ പറ്റിയ സമയമാണ്. കുളിപ്പിച്ചിട്ട് ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ഡ്രസ് എടുത്തിട്ട് പകൽ സമയം കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന അതേ കുപ്പായത്തിൽ രാത്രി കുട്ടികളെ കിടത്തുന്നൊരു സ്വഭാവം ഉമ്മമാരെ ദയവ് ചെയ്തുണ്ടാകാൻ പാടില്ല. ഇന്നത്തെ മിക്ക മക്കൾക്കും രോഗികളാകാൻ കാരണം രക്ഷിതാക്കളാണ്, ഉമ്മമാരാണ്. അത് ഞാൻ പറഞ്ഞാൽ എന്നോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയാലും പറയാതിരിക്കാൻ കഴിയില്ല. വൃത്തി എന്നത് ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് വൃത്തി എന്നത്. പകൽ സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന അതിൽ തന്നെ രാത്രി കിടന്നുറങ്ങുക, അത് വലിയവർക്കും യോജിച്ചതല്ല. ഉറങ്ങാൻ വേറെ തന്നെ കുപ്പായം വേണം. അതുപോലെ രാത്രി കുട്ടികളെ ഉറക്കുമ്പോൾ അവർക്ക് രാത്രി വേറെ തന്നെ ഒരു നൈറ്റ് ഡ്രസ് വേണം. രാത്രി കിടത്തുമ്പോൾ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അതാ നല്ലൊരു കുപ്പായം ഇട്ടിട്ടാണ് അവരെ കിടത്തേണ്ടത്. അങ്ങനെ നല്ല ഫ്രഷായി അവരങ്ങ് കിടക്കുമ്പോൾ അവർക്ക് പഴയ കാലത്ത് ഔലിയാക്കളെ ചരിത്രം പറഞ്ഞു കൊടുക്കണം.
ഇന്നത്തെ ഫുട്ബോൾ പ്ലെയറിന്റെ ചരിത്രമല്ല, കളിക്കാരുടെ ചരിത്രമല്ല, യൂട്യൂബർമാരുടെ ചരിത്രമല്ല, സെലിബ്രിറ്റികളുടെ ചരിത്രമല്ല, വ്ലോഗർമാരുടെ ചരിത്രമല്ല. ഇന്നത്തെ ഞങ്ങളെ മക്കൾക്ക് വ്ലോഗർമാരെ മാത്രമേ പരിചയമുള്ളൂ. ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് യൂട്യൂബർമാരെ മാത്രമേ പരിചയമുള്ളൂ. ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് സെലിബ്രിറ്റികളെ കുറിച്ച് മാത്രമേ പരിചയമുള്ളൂ. ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ഫുട്ബോൾ പ്ലെയർമാരെ കുറിച്ച് മാത്രമേ പരിചയമുള്ളൂ. പറ്റൂല. എന്നെ പീഡിച്ചവൻ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവൽ എന്ന് പറഞ്ഞ ഖുതുബുൽ അഖ്താബ് അൽ ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം. ശൈഖ് റിഫായി തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഔലിയാക്കളെ ചരിത്രം പരിചയപ്പെടുത്തി കൊടുക്കണം. ശൈഖ് ജീലാനി തങ്ങള് അതാ കുപ്പായം അഴിച്ചു വെച്ചിരുന്നു, ഉളുവെടുത്തു വന്നു. ഇനി നിസ്കരിക്കാൻ പോകാൻ കുപ്പായം ധരിക്കാൻ വന്നതാണ്. വന്നു നോക്കിയപ്പോൾ കുപ്പായ കയ്യിൽ ഒരു പൂച്ച കിടക്കുന്നുണ്ട്. അതേ കുപ്പായം അങ്ങ് ഊരിയെടുത്താൽ പൂച്ചയുടെ ഉറക്കിന് ശല്യമാണെന്ന് മനസ്സിലാക്കി ആ കുപ്പായ കയ്യങ്ങ് മുറിച്ചെടുത്തു. ബാക്കിയുള്ള കുപ്പായം ധരിച്ചിട്ട് പോയി. നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വന്നു നോക്കുമ്പോൾ അതേ പൂച്ച എണീറ്റ് പോയിരുന്നു. അതിനുശേഷമാണ് മഹാനവരുകൾ ആ മുറിച്ചെടുത്ത കുപ്പായ കൈ തുന്നി അതാ ചേർത്തി വെച്ചത്. ഈ ചരിത്രം റിഫായി ശൈഖ് തങ്ങളെ ചരിത്രമല്ലേ? അത് നമ്മുടെ ചെറിയ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതുപോലെ കുഷ്ഠരോഗം പിടികൂടിയ നായ, ആ നായയെ അങ്ങ് ശുശ്രൂഷിച്ചു, ചികിത്സിച്ചു. 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനല്ലേ, സുൽത്താനുൽ ആരിഫീനല്ലേ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവല്ലേ, വലിയ പദവി ലഭിച്ച മഹാനല്ലേ, അൽ അഖ്താബുൽ അർബഅ 4 ഖുതുബുമാരിൽപ്പെട്ട വലിയ മഹാനല്ലേ. അല്ലാന്റെ ഏകല്ലാൽ ഉറുതി പറയുമ്പോൾ ആലത്തിലൊക്കെയും കേൾക്കുമതെന്നുവർ. ആ ഉറുതിയാണോ? ആ വാള് നൗഫൽ സഖാഫിയുടെ വാളാണോ? അത് അള്ളാന്റെ പൊരുത്തത്തിന് പറയുന്ന വാളല്ലേ? അള്ളാന്റെ ഓർഡർ പ്രകാരമുള്ള വാളല്ലേ? ആ വാളിനൊരു സൗണ്ട് ബോക്സിന്റെ ആവശ്യമില്ല. ആ വാളിനൊരു മൈക്ക് സെറ്റിന്റെ ആവശ്യമില്ല. ആ വാളിനൊരു സ്പീക്കറിന്റെ ആവശ്യമില്ല. യസ്മഉൽ ഖരീബ് വൽ ബഈദ്. സദസ്സിലുള്ളവരും മൈക്ക് സെറ്റ് ഇല്ലാതെ വാളുകൾക്കും, ബോക്സിന്റെ സംവിധാനമില്ലാതെ വാളുകൾക്കും, സ്പീക്കറിന്റെ സംവിധാനമില്ലാതെ വാളുകൾക്കും, അടുത്തുള്ളവർ മാത്രമല്ല ദൂരെയുള്ളവരും കേൾക്കും. അതല്ലേ നേരത്തെ ഞാൻ ആലപിച്ച വരിയിലുള്ളത്, റിഫാഴിമാലയിലുള്ളത്. ഈ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ 40 ദിവസം കഴിഞ്ഞതിന് ശേഷം വെള്ളം ചൂടാക്കിയിട്ട് അതേ നായയങ്ങ് കുളിപ്പിക്കുന്നു. ഏത് നായയാണ്? ഐനുൻ നജസായ നായയല്ലേ, മുഗല്ലലായ നജസായ നായയല്ലേ, കടുപ്പമേറിയ നജസല്ലേ. നനവോടുകൂടെ തട്ടിയാൽ 7 തവണ കഴുകൽ നിർബന്ധമല്ലേ? അത് സോപ്പിട്ടാൽ പോരല്ലോ, ഡെറ്റോളിട്ടാൽ പോരല്ലോ, അതിൽ 1 തവണ കളിമണ്ണുകൊണ്ട് തന്നെയാകണ്ടേ. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ആ നായയോട് ഇത്രയെല്ലാം കാരുണ്യം കാണിച്ചപ്പോഴാണ് കൂട്ടുകാര് ചോദിച്ചു, എന്തിനാണ് ഈ നായയോട് ഇത്ര വലിയ കാരുണ്യം കാണിച്ചത്? അപ്പൊ മഹാനവരുകൾ എന്താ പറഞ്ഞത്? 2 മറുപടിയാ പറഞ്ഞത്. ആ ചരിത്രം കുട്ടികളെ കൽവിൽ ഇപ്പോൾ തന്നെ നിറക്കണം. അത് രാത്രി കിടന്നുറങ്ങുമ്പോ മക്കൾക്ക് റീൽസുകളല്ല ഉമ്മമാരെ കാണിക്കേണ്ടത്. നിങ്ങളും ഔലിയാക്കളെ ചരിത്രം പഠിക്കണം. എന്നിട്ട് ആ പഠിച്ച ചരിത്രം ഉമ്മയുടെ ബറക്കത്താക്കപ്പെട്ട നാവുകൊണ്ട്, മൊബൈലിൽ നിന്നല്ല,
ഉമ്മാന്റെ ബറക്കത്താക്കപ്പെട്ട നാവ് കൊണ്ട് അത് മക്കളെ കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കണേ. എന്നിട്ടതാ 2 മറുപടിയാണ് മഹാനവരുകൾ പറഞ്ഞത്. ഒന്നാമത്തത്, എന്റെ റബ്ബെന്നോട് ചോദിച്ചാലോ ഈ നായയ്ക്ക് ചെയ്യേണ്ടുന്ന കാരുണ്യം പോലും നിങ്ങളിൽ ഇല്ലാതെയായി പോയോ അഹ്മദുൽ കബീർ എന്ന് എന്റെ റബ്ബെന്നോട് ചോദിച്ചാൽ. രണ്ടാമത്തത്, ഖശീതു, ഞാൻ അവിടുന്ന് പേടിച്ചുപോയി. ഈ നായയെ അല്ലാഹു തആല പരീക്ഷിച്ച രോഗം കൊണ്ട് അല്ലാഹ് എന്നെ പരീക്ഷിച്ചാലോ എന്ന് ഞാനങ്ങ് പേടിച്ചുപോയി. ആ ഔലിയാക്കളുടെ ചരിത്രം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അശൈഖ് അബൂ അംർ റളിയല്ലാഹു അൻഹു നന്നാകാൻ കാരണം എന്താണ്? മഹാനവരുകൾ തൗബ ചെയ്ത് നന്നാവുകയാണ്. മഹാനവരുകൾ പറഞ്ഞു കാരണം എന്താണെന്നറിയോ? ഒരിക്കൽ രാത്രി ഞാൻ ഇങ്ങനെ മേൽപോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നപ്പോൾ 5 മാടപ്രാവിനെ ഞാൻ കാണാണ്. അതാ ഞാനിങ്ങനെ 5 പക്ഷികളെ ഞാൻ കാണാണ്. സുബ്ഹാനല്ലാഹ്. കൂട്ടത്തിൽ ഒരു പക്ഷി തസ്ബീഹ് ചൊല്ലാണ്. 5 പക്ഷികളും വ്യത്യസ്തമായ തസ്ബീഹ് ചൊല്ലാണ്. ഇതങ്ങ് കേട്ടപ്പോൾ എന്റെ കൽബിൽ ദുനിയാവിനോടുള്ള സ്നേഹമില്ലാണ്ടായി. റബ്ബേ, പക്ഷികളാണോ തസ്ബീഹ് ചൊല്ലുന്നത്? 5 പക്ഷി ഞാൻ കാണാണ്. 5 പക്ഷികളും തസ്ബീഹ് ചൊല്ലാണ്. അല്ലാ, ഞാൻ എന്ത് മനുഷ്യനാണ്! എനിക്ക് ഇത്രയെല്ലാം സൗകര്യം നീ ചെയ്തു തന്നിട്ടും നിനക്ക് തസ്ബീഹ് ചൊല്ലാൻ എനിക്കൊരു നേരം കിട്ടിയില്ലല്ലോ. എന്റെ കൽബിലുള്ള ദുനിയാവിന്റെ ചിന്തയെല്ലാം അങ്ങ് മാറിപ്പോയി. പ്രഭാതമാകാൻ ഞാൻ കാത്തിരുന്നു. പ്രഭാതമായപ്പോൾ ഞാൻ എന്നെ നന്നാക്കി എടുക്കുന്ന ഒരു മഹാനെ തേടിയിട്ട് ഞാൻ അങ്ങിറങ്ങി. എന്നെ കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു മഹാനെ എനിക്ക് കാണണം. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നല്ല ഗാംഭീര്യതയുള്ള ഒരു ശൈഖിനെ ഞാൻ കണ്ടു. സലാം പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, ആരാണത്? ഞാൻ ആ കണ്ട ശൈഖിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് എന്നോട് പറയണം. ആ ശൈഖ് എന്നോട് പറഞ്ഞു, ഞാൻ വേറാരുമല്ല, അനൽ ഖുദർ, ഞാനാണ് അല്ലാഹുവിന്റെ നബിയായ ഖുദർ നബി അലൈഹിസ്സലാം. അശൈഖ് അബൂ അംർ തങ്ങൾ പറയാണ്, ഖുദർ നബി അലൈഹിസ്സലാം ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഖുദർ നബി അലൈഹിസ്സലാമിനോട് ഖുദർ നബി പറയാണ് എന്നോട്, ഞാനതാ അശൈഖ് അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു, ഇവിടുന്ന് നമ്മൾ അനുസ്മരിക്കുന്ന മഹാനാണ് ശൈഖ് ജീലാനി തങ്ങൾ. ഖുദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ശൈഖ് ജീലാനി തങ്ങളുടെ അരികിൽ ഉണ്ടായിരുന്നു. ആ ശൈഖ് ജീലാനി തങ്ങൾ ആരാണ്? വഹുവ സയ്യിദുൽ ആരിഫീൻ, ആരിഫീങ്ങളെ നേതാവാൻ. അപ്പ എന്നോട് ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ഇന്നൊരാള് പക്ഷികളുടെ തസ്ബീഹ് കേട്ടിട്ട് ഒരു നല്ല ഒരു മുർഷിദായ ഒരു സ്വാലിഹായ കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരാളെ തേടിയിട്ട് നന്നാകണമെന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി വന്ന ഒരാളുണ്ട്. ഇന്നൊരാള് അങ്ങനെയുള്ള ഒരാളുണ്ടെന്ന് ശൈഖ് ജീലാനി തങ്ങൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അയാളോട് പോയി പറയണം. ഖുദർ നബിയോട് മഹാനവരുകൾ പറയാണ്, ആ ആള് മറ്റാരുമല്ല, ഞാനാണെന്ന് അയാളോട് പറയണം. ഖുദർ നബി അലൈഹിസ്സലാം ഇയാളോട് ഇതങ്ങ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് അശൈഖ് അബൂ അംറേ ഫഅലൈക ബിമുലാസമതിഹി, നിങ്ങളൊരു മുർഷിദിനെ തേടിയിട്ടല്ലേ ഇറങ്ങിയത്? നിങ്ങളെ കൈപിടിച്ച് നന്നാക്കി എടുക്കാൻ പറ്റിയ ഒരാളെ തേടിയിട്ടല്ലേ ഇറങ്ങിയത്? കണ്ടു കാണുന്നവന്റെ പിന്നില് പോകണ്ട, തലേകെട്ടിന്റെ വലിപ്പം കണ്ടിട്ട് പോകണ്ട, താടിയുടെ നീളം കണ്ടിട്ട് പോകണ്ട, ശൈഖാണെന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിക്കണ്ട, വലിയാണെന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിക്കണ്ട. ശൈഖ് ജീലാനി തങ്ങളെക്കാൾ വലിയ ഔലിയാക്കൾ ആരാണുള്ളത്? റിഫായി ശൈഖ് തങ്ങളെക്കാൾ വലിയ മുർഷിദ് ആരാണുള്ളത്? അതുകൊണ്ട് കണ്ട മജ്ലിസുകളിൽ പോയി അതേ
ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണ്ട. അത് പടച്ച റബ്ബിന്റെ കോടതിയിൽ നാളെ മറുപടി പറയേണ്ടി വരും എന്ന നല്ല ബോധം വേണം. ശൈഖ് ജീലാനി തങ്ങളെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ശൈഖ് അബൂ അംർ തങ്ങൾ പറയാണ്, ഞാനതാ നേരെ പിന്നെ പോയത് ബഗ്ദാദിലാ. അത്ഭുതകരമായി കണ്ണങ്ങ് തുറന്നു നോക്കിയപ്പോ ബഗ്ദാദിലാണുള്ളത്. ബഗ്ദാദിൽ കണ്ണു തുറന്നപ്പോൾ നേരെ മുന്നിലുള്ളത് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. എന്നെ കണ്ട ഉടൻ മഹാൻ പറഞ്ഞു, മർഹബാ. പക്ഷികളുടെ തസ്ബീഹ് കേട്ട് കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു മുർഷിദിനെ വേണമെന്ന് കരുതിയിട്ട് തേടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി വന്ന ആളെ, നിങ്ങൾക്കിതാ സ്വാഗതമുണ്ട്. അങ്ങനെ ശൈഖ് അബൂ അംർ റളിയല്ലാഹു അൻഹു തങ്ങള് ശൈഖ് ജീലാനി തങ്ങളെ കൈപിടിച്ച് പശ്ചാത്തപിച്ച് നന്നാവുകയാണ്. അതുകൊണ്ട് കണ്ട് കാണുന്ന ശൈഖിന്റെ പിന്നില് പോകണ്ട. വിലായത്തിന്റെ പദവി പ്രഖ്യാപിച്ച് നടക്കുന്നവരെ പിന്നില് പോകണ്ട. ഔലിയയാണെന്ന് ചമഞ്ഞ് നടക്കുന്നവരുടെ പിന്നില് പോകണ്ട. ഇവിടെയുണ്ട് ഔലിയാക്കന്മാർ. അവർക്കോരോ ഫാത്തിഹ എപ്പോഴും ഓതൂകിൽ അവരെ ദുആയും ബറകത്തും എത്തൂമേ. മുഹിയദ്ദീൻ മാലയിലുള്ളതല്ലേ. എന്നും ശൈഖ് ജീലാനി തങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക, എന്നും റിഫായി ശൈഖ് തങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക. അത് ജീവിതത്തിൽ മുടങ്ങാതെ പതിവാക്കിയാൽ അവരെ ദുആയും ബറകത്തും എത്തൂമേ. അവരുടെ ദുആയും ബറക്കത്തും കിട്ടും. ഇത് ഈ വൈകിയ വേളയിൽ സാധുവായ ഞാൻ എൻ്റെ അമ്മാനത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ഇന്നത്തെ വാളു നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാം ഔലിയാക്കളെ സ്നേഹിച്ച് ഈ മജ്ലിസിൽ വന്നവരാണ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. ഖബറിൽ നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. സ്വർഗത്തിൽ ആ മഹാന്മാരോടൊന്നിച്ച് നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ.